നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ 11-ാം ഭാഗമാണ്. രചനയും അവതരണവും ഇമ്മാനുവൽ എം.വി. ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ കൂട്ടുകാരികൾ രണ്ടുപേരും സോജൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കി. എന്നാൽ ആ ഇറങ്ങി വരുന്നവരുടെ കൂട്ടത്തിലെങ്ങും അയാളെ കണ്ടില്ല. പള്ളിയുടെ മറുവശത്തുകൂടിയാണ് ആണുങ്ങൾ കൂടുതൽ പേരും പുറത്തിറങ്ങുന്നത്. പ്രധാന വാതിലിലൂടെ ഇറങ്ങിയവരെയാണ് ആദ്യം അവർ കണ്ടത്. ചിലപ്പോൾ ഇവർ ഇറങ്ങിയപ്പോഴേക്കും തന്നെ അയാൾ പോയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ കുർബാന തീരുമ്പോഴേക്കും തന്നെ ചിലരിറങ്ങി സ്ഥലം വിടും. ചിലർക്ക് അതെന്തോ നിർബന്ധം പോലെയാണ്. ഒരു കാര്യവുമില്ലെങ്കിലും അവർ കുർബാന തീരുന്നതിന് മുൻപ് തന്നെ ഇറങ്ങിപ്പോകും. സോജൻ ചിലപ്പോൾ ആ കൂട്ടത്തിൽ പോയിട്ടും ഉണ്ടാകാം. ഇന്ന് വന്നിട്ടില്ലായിരിക്കും റിൻസി. സാരമില്ല, അങ്ങനെയാണെങ്കിലും സാരമില്ലല്ലോ. ഇനിയുമുണ്ടല്ലോ ഞായറാഴ്ചകൾ. എന്നെങ്കിലും വരാതിരിക്കില്ലല്ലോ. ഏതായാലും നമുക്ക് കണ്ടുപിടിക്കാം. നീ വിഷമിക്കണ്ടടി. അതല്ല, നിനക്ക് കാണണമെന്ന് അത്ര നിർബന്ധമുണ്ടെങ്കിൽ നാളെ മാനന്തവാടിയിൽ പോയാൽ കടയിൽ നിന്നും കാണാം. അത്ര നിർബന്ധമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി കേട്ടോ. നമുക്ക് നല്ലത് അടുത്ത ഞായറാഴ്ച ഇവിടെ വെച്ച് തന്നെ കാണുന്നതായിരിക്കും. അല്ലെങ്കിലും ആളെ നിനക്ക് അറിയുകയുമില്ലല്ലോ. അങ്ങനെ ഇപ്പം വേണ്ട മോളെ. ഞാൻ ഏതായാലും കടയിലൊന്നും പോയി കാണാൻ പോകുന്നില്ല. ഇവിടെ നിന്ന് തന്നെ കാണും. അതെനിക്ക് ഉറപ്പാണ്. ഇന്ന് പറ്റിയില്ലെങ്കിൽ സാരമില്ല, അടുത്ത ഞായറാഴ്ച കാണാമല്ലോ. ഏതായാലും എൻ്റെ ജീവൻ രക്ഷിച്ചയാൾ എൻ്റെ അടുത്ത് തന്നെ വരും. എന്നിട്ട് ഞാൻ കണ്ട് നന്ദി പറയുകയും ചെയ്യും. ആളെ നീ കാണിച്ചു തരണമെന്ന് മാത്രം. അല്ലാതെ എനിക്കറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ്. ഇനി അടുത്ത ഞായറാഴ്ചയെ കാണാൻ കഴിയുകയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ലേശം വിഷമത്തോടെ അവർ സൺഡേ സ്കൂളിലേക്ക് പോയി. ഉദ്ദേശിച്ച കാര്യം നടക്കാത്തതിനാൽ റിൻസിക്കൽപ്പം നിരാശയുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവർ രണ്ടുപേരും അങ്ങോട്ട് നടക്കുമ്പോൾ പള്ളിമുറിയിൽ നിന്നും സോജൻ ഇറങ്ങി വരുന്നു. ഏതോ ആവശ്യത്തിന് കുർബാന കഴിഞ്ഞ് അച്ഛനെ കാണാൻ പള്ളിയിൽ കയറിയതാണ്. ചിലപ്പോൾ വല്ല കുർബാനപ്പണം ഏൽപ്പിക്കാനോ മറ്റോ ആണോ എന്നറിയില്ല. അവരുടെ മുൻപിലേക്ക് തന്നെ അവൻ വന്നു. അവർ രണ്ടുപേരും അവനെ നോക്കി ചിരിച്ചു. അയാളും ചിരിച്ചു. ഒരു ഇടവകയിൽ തന്നെയുള്ള ആളുകളല്ലേ, കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാതിരിക്കുമോ? അങ്ങോട്ട് കയറി വർത്തമാനം പറയാൻ ബഹുമിടുക്കിയാണ് ആൻസി. സോജൻ ചേട്ടന് എന്നെ മനസ്സിലായോ? ഞാൻ ആൻസി. ഞാൻ അന്ന് ജ്വല്ലറിയിൽ വന്ന് കണ്ടപ്പോൾ പരിചയപ്പെട്ടതാണ്. പുല്ലാങ്കുളത്തുകാരിയാണോ എന്ന് ചേട്ടൻ അന്ന് എന്നോട് ചോദിക്കുകയും ചെയ്തതാ. ഇപ്പോൾ മനസ്സിലായി. താനല്ലേ തൻ്റെ കൂട്ടുകാരിയെ തോട്ടിൽ തള്ളിയിട്ടത്? അന്നേരം ഞാൻ സ്ഥലത്ത് വന്നില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ആൻസി കൊലക്കേസിൽ പ്രതിയാകേണ്ടി വന്നേനെ. ഇച്ചിരി ബുദ്ധിമുട്ടിയാലും അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തി തന്നിട്ടുണ്ട്. അത്രയും ഒരു പുണ്യപ്രവൃത്തി എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അന്ന് രക്ഷപ്പെട്ട പ്രതിയെ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടാലും ഞാൻ അറിയുകയുമില്ല. ഇതാ എൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരാളെ കാണുന്നുണ്ടോ? ആ ആൾ തന്നെയാണ് അന്ന് രക്ഷപ്പെട്ട പ്രതി. ആ ആളിനെയാണ് തോട്ടിൽ നിന്നും തൂക്കിയെടുത്തുകൊണ്ട് വന്ന് കരയിലേക്ക് ഇട്ട് തന്നത്. റിൻസി അല്പം പേടിയോടെ പുറകിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം മറുപടി പറയാൻ. അവൾ അങ്ങനെയാണ്. അല്ലാതെ എന്നെപ്പോലെ അങ്ങോട്ട് കയറി വർത്തമാനം പറയാനൊന്നും അവളെ കിട്ടില്ല. ഒന്ന് പേടിച്ചു എന്നല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നും വന്നില്ലല്ലോ. എവിടെയും തട്ടുകയോ മുട്ടുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. കല്ലും മരവുമൊക്കെയുള്ള തോടല്ലേ. തനിക്കിപ്പോഴും എന്തെങ്കിലും കുഴപ്പമുണ്ടോടൂ? എന്താണ് തൻ്റെ പേര്? എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. എൻ്റെ പേര് റിൻസി എന്നാണ്. എന്നെ രക്ഷപ്പെടുത്തിയതിന് നന്ദി പറയാൻ വന്നതാണ്. വളരെ നന്ദിയുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാം. അതേ എനിക്ക് കഴിയൂ. ആ ഒഴുക്കിൽ നിന്ന് പിടിച്ചു വലിച്ച് തൻ്റെ മുടി മിക്കവാറും പറഞ്ഞു പോയി കാണും എന്നാണ് ഞാൻ വിചാരിച്ചത്.
അതേതായാലും ഇല്ല. മുടി ഇനിയും ബാക്കിയുണ്ടല്ലോ, നല്ല വണ്ണത്തിൽ തന്നെ. മുടിയിലാണെന്നേ എനിക്ക് ആദ്യം പിടികിട്ടിയത്. കിട്ടിയത് പിടിച്ചു വലിച്ചു നോക്കുമ്പോൾ 1/2 മീറ്റർ അപ്പുറത്തുള്ള ഒരാളുമുണ്ട്. പുറകെ അതിനെയും വലിച്ചു കയറ്റി. ഏതായാലും കുറേ ദിവസത്തേക്ക് തനിക്ക് തലവേദന എടുത്തിട്ടുണ്ടാകും. തലവേദന ഉണ്ടായിരുന്നത് ആശുപത്രിയിൽ നിന്ന് പോയപ്പോഴേക്കും മാറി. അതിനുള്ള മരുന്ന് തന്നാണ് അവിടെ നിന്നും വിട്ടത്. പിന്നെ മുടിക്ക് കുഴപ്പമൊന്നുമില്ല. മുടി കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമെങ്കിലും ഉണ്ടായില്ലേ? നിങ്ങൾക്ക് വേദപാഠ ക്ലാസ് ഉള്ളതല്ലേ, വേഗം ചെല്ല്. ഇവിടെ വർത്തമാനം പറഞ്ഞ് നിന്നാൽ അച്ഛൻ്റെ കയ്യിൽ നിന്നും നല്ലത് കിട്ടും. എനിക്ക് പെട്ടെന്ന് പോയിട്ട് ആവശ്യമുണ്ട്, പിന്നെ കാണാം. അത്രയും പറഞ്ഞ് റിൻസിയെ അടിമുടിയൊന്ന് നോക്കിയിട്ട് സോജൻ നടന്നകന്നു. പുഴയിൽ നിന്നെടുത്തപ്പോൾ ഒരു കൊലുന്ത് പെൺകൊച്ച് എന്നേ തോന്നിയുള്ളൂ. മുഖം നോക്കാൻ അന്നേരം പറ്റിയുമില്ല. എന്നാൽ അവൾ വെറും കൊലുന്തൊന്നുമല്ലല്ലോ, നല്ല സുന്ദരിക്കുട്ടിയാണ്. തൻ്റെ സങ്കല്പത്തിൽ കണ്ടിട്ടുള്ളതുപോലെ ഒരു പെൺകുട്ടി. പ്രായത്തിൽ 3-4 വയസ്സ് വ്യത്യാസം കാണുമായിരിക്കും, അത് സാരമില്ല. എന്നാലും ആള് മിടുക്കിയാണ്, നല്ല സുന്ദരിയുമാണ്. അവളുടെ മുഖം കണ്ടപ്പോൾ മുതൽ മനസ്സിനകത്ത് എന്തോ ഒരു വിഷമം. വിനയവും ഒതുക്കവും ഒക്കെയുണ്ട്. എല്ലാം കൊണ്ടും തൻ്റെ സങ്കല്പത്തിന് ഒത്തവൾ. തോട്ടിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഇവളെ തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് ഇണയായി കൂട്ടിക്കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര സന്തോഷദായകമാകുമായിരുന്നു എന്ന് ഒരു നിമിഷം സോജൻ ചിന്തിച്ചുപോയി. കടയിൽ നിത്യേന വന്നു പോകുന്ന എന്തുമാത്രം പെൺകുട്ടികളെ കാണുന്നതാണ്. ആരിലും ഇത്രയും ഒരു പ്രത്യേകത കണ്ടിട്ടില്ല. അവളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ എന്തൊരു വശ്യതയാണ്. ആ മുഖം മനസ്സിൽ പതിഞ്ഞുപോയി, ആ രൂപം ഹൃദയത്തിലും. അവളെ ഇനിയും കാണണം, കൂടുതൽ കൂടുതൽ തവണ, കഴിയുമെങ്കിൽ എല്ലാ ആഴ്ചയും തന്നെ. വീട്ടുമുറ്റത്തുകൂടി തന്നെ ആയിരിക്കും അവൾ മിക്കവാറും ദിവസവും സ്കൂളിൽ പോകാറ്. എങ്കിൽ പോലും ഇതുവരെ കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല എന്നതാണ് സത്യം. വേറെയും പിള്ളേർ പോകുന്നതല്ലേ, അതിൽ തന്നെ കുറേ പേർ ഇതേ പ്രായക്കാർ ഉണ്ടാകും. കാണാനും അടുക്കാനും വേണ്ടി ഒരു കാരണമുണ്ടാക്കി തന്നതായിരിക്കും തമ്പുരാൻ. ദൈവമായിട്ട് ഉണ്ടാക്കി തന്ന സാഹചര്യം കളഞ്ഞു കുളിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് സോജൻ റോഡിലേക്കിറങ്ങി അവിടെ നിന്നും വീട്ടിലേക്കും പോയി. റിൻസിയുടെ അവസ്ഥയും സമാനമായിരുന്നു. അവൾക്കും സോജനെ കണ്ടിട്ട് വല്ലാതെ അങ്ങ് മനസ്സിൽ കൊളുത്തി വലിക്കും പോലെ ആ അടുത്തേക്ക് എത്താനാണ് താല്പര്യം. ഇതുവരെ ആരെയും കണ്ടിട്ട് തോന്നാത്തതുപോലെ ഒരു പ്രത്യേകത. ഇങ്ങനെ ഒരു പ്രത്യേകത ഇതുവരെ ജീവിതത്തിൽ തോന്നിയിട്ടില്ല. എന്താണാവോ ഇതിന് പേര് പറയുക? ആർക്കറിയാം? ഇത് ആരോട് ചോദിച്ചറിയാൻ? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വീണ്ടും വീണ്ടും കാണണം എന്നൊരു താല്പര്യം മനസ്സിലുണ്ട്. കുറച്ച് സമയം കാത്തു നിന്നിട്ടായാലും അടുത്ത ഞായറാഴ്ചയും കാണണം. കുറച്ച് സമയം സംസാരിക്കണം. തീരെ കുറച്ച് പോരാ, കഴിയുമെങ്കിൽ എല്ലാ ആഴ്ചയിലും കാണണം. അപ്പോൾ കൂടുതൽ കൂടുതൽ സംസാരിക്കാൻ വകയും ഉണ്ടാകും. ആകെ ഒന്ന് നോക്കാനേ ഇന്ന് കഴിഞ്ഞുള്ളൂ. പപ്പയുടെ അത്രയും തന്നെ ഉയരമുണ്ട്, നല്ല നിറവും. അതിൽ കൂടുതൽ വിശദമായി ഒന്ന് നോക്കാൻ പള്ളിമുറ്റത്ത് നിന്ന് ആയതുകൊണ്ട് കഴിഞ്ഞുമില്ല. അന്നേരം അങ്ങനെ താല്പര്യമൊന്നും തോന്നിയതുമില്ല. ഇപ്പോൾ തോന്നുന്നു ഒന്ന് വിശദമായി നോക്കാമായിരുന്നു എന്ന്. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? അടുത്ത ഞായറാഴ്ച കാണുമ്പോൾ നോക്കാം. പിറ്റേ ആഴ്ച അവരുടെ SSLC പരീക്ഷയുടെ മോഡൽ പരീക്ഷയാണ്. അതുകൊണ്ട് മറ്റൊരു കാര്യവും ഓർമ്മിക്കാൻ നേരം കിട്ടാതെ മുഴുവൻ സമയവും പറ്റും പോലെ പഠിച്ചു. അവർ കൂട്ടുകാരികളെല്ലാവരും ഏതാണ്ട് ഒരേ അവസ്ഥയിലായിരുന്നു. ആൻസി അല്ലാതെ പിന്നെ റിൻസിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നത് മെറിനാണ്. പഠിക്കുന്ന കാര്യത്തിൽ അവൾ മഹാമടിച്ചിയാണ്. എങ്ങനെയെങ്കിലും കോപ്പി അടിച്ച് ജയിക്കാമോ എന്നാണ് അവൾ നോക്കുന്നത്. ജയിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നും ചിലപ്പോഴൊക്കെ പറയുന്നത് കേൾക്കാം. ജയിച്ചില്ലെങ്കിൽ 2-3 കൊല്ലം വീട്ടിൽ നിന്ന് കഴിയുമ്പോൾ അപ്പച്ചൻ ആരുടെയെങ്കിലും കൂടെ കെട്ടിച്ചുവിടും. പിന്നെ സുഖമായി ഏതെങ്കിലും കുടുംബം ഭരിച്ച് ജീവിക്കാം. കെട്ടിയവനും മക്കളുമൊത്തുള്ള ജീവിതം, അതാണ് അവളുടെ സ്വപ്നം.
വെറുതെ ഈ പഠനവും പരീക്ഷയും ഒന്നും തനിക്ക് കഴിയില്ല എന്ന് പലപ്പോഴും അവൾ പറയും. പഴയ ചരിത്രങ്ങളോ ഭരണപരിഷ്കാരങ്ങളോ ഒന്നും പഠിച്ചതുകൊണ്ട് ഒരു ഉപകാരവുമില്ലെന്നാണ് മെറിൻ്റെ അഭിപ്രായം. സ്കൂളിൽ തന്നെയുള്ള ഒരു ചെറുക്കനുമായി അവൾക്ക് ലോഹ്യമുണ്ട് താനും. ഇക്കൊല്ലം ടൂറ് പോയപ്പോൾ അവർ എന്തൊക്കെയോ കോലാഹലം ഒപ്പിച്ചു എന്നും ഹെഡ് മാസ്റ്റർ രണ്ടിനെയും പിടിച്ച് വഴക്കു പറഞ്ഞു എന്നുമൊക്കെ ക്ലാസ്സിൽ പറയുന്നത് കേട്ടു. എന്നാലും ആൻസിയോടും റിൻസിയോടും ഒന്നും ഇക്കാര്യം അവൾ പറഞ്ഞില്ല. അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് മെറിന് നന്നായി അറിയാം. സാധാരണ അവർ പറയാറുള്ളത് ഇതുങ്ങൾ രണ്ട് ശുദ്ധാത്മാക്കൾ എന്നാണ്. അവരുടെ പോലെ ചിന്തിക്കാത്തതുകൊണ്ടാണ് ഇവരെ അവൾ കളിയാക്കുന്നത്. അങ്ങനെ കളിയാക്കിയാലും സാരമില്ല എന്നാണ് ഇവരുടെ രണ്ടിൻ്റെയും വിചാരം. റിൻസി തോട്ടിൽ വീണ കാര്യവും പിടിച്ചു കയറ്റിയ കാര്യവുമൊക്കെ മോഡൽ പരീക്ഷയുടെ ഒന്നാമത്തെ ദിവസമാണ് മെറിൻ അറിഞ്ഞത്. അവൾ വളരെ കാര്യമായി വന്ന് റിൻസിയോട് ചോദിച്ചു, എടീ, നീ തോട്ടിൽ വീണെന്നും ഒരു സുന്ദരൻ നിന്നെ പിടിച്ചു കയറ്റിയെന്നും എടുത്തുകൊണ്ടാണ് കരയിലേക്ക് വന്നതെന്നുമൊക്കെ ആൻസി പറഞ്ഞല്ലോ, അത് ശരിയാണോ? ആൻസി പറഞ്ഞത്രയും ശരിയാണ്. പക്ഷേ നീ അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചു കൂട്ടിയതൊന്നും അവൾക്കോ എനിക്കോ ഉത്തരവാദിത്വമുള്ള കാര്യമല്ല. എന്നെ പിടിച്ചു കയറ്റിയ ആൾ സുന്ദരനാണെന്ന് നീ കണ്ടിട്ടില്ല. അത് നീ ചിന്തിച്ചതാണ്. എന്നെ എടുത്തുകൊണ്ടാണ് കരയിലേക്ക് വന്നതെന്നും നീ ചിന്തിച്ചതാ. അതും നീ കണ്ടതല്ല. ബാക്കിയൊക്കെ നീ പറഞ്ഞത് ശരിയാണ്. എന്നാലും പറഞ്ഞെടി, നിന്നെ എടുത്തുകൊണ്ട് വന്നയാൾ സുന്ദരനല്ലേ? നീ പിന്നീട് അയാളെ കണ്ടില്ലേ? കണ്ടപ്പോൾ നിനക്ക് വിശദമായി ഒന്ന് നോക്കാമായിരുന്നില്ലേ? ഒന്നുമില്ലെങ്കിലും നിന്നെ രണ്ട് കൈയിലെടുത്ത് പൊക്കിക്കൊണ്ടുവരാൻ മാത്രം ആരോഗ്യമുള്ള പുരുഷനല്ലേ? അതിൽ കൂടുതൽ എന്തു വേണം നമുക്ക്? ഏതായാലും ഈസിയായി പോസ്റ്റിട്ട് കിട്ടി. ഇനി നീ ലൈൻ വലിക്കടി. വെറുതെ ഇങ്ങനെ ഒരു പുസ്തക പുഴുവായി ജീവിച്ചതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. ഒരല്പം പ്രേമവും ചുറ്റിക്കളിയും ഒക്കെ വേണം. എങ്കിലേ ജീവിതത്തിനൊരു രസമുള്ളൂ. അതിന് നീ രസിച്ചോടാ. ഞാനതിനെതിര് പറയുന്നില്ലല്ലോ. എനിക്കങ്ങനെ ഒരു തോന്നൽ വരണ്ടേ? ഒരു കാര്യം നീ പറഞ്ഞത് ശരിയാണ്. എന്നെ പിടിച്ചു കയറ്റിയ ആളിനെ കാണുമ്പോൾ ഒരു പ്രത്യേക താല്പര്യം എനിക്ക് തോന്നുന്നുണ്ട്. അതുതന്നെയാണോ നീയൊക്കെ പറയുന്ന പ്രേമം എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ പോലും ചുറ്റിക്കളിക്കും കോപ്രായങ്ങൾക്കുമൊന്നും അയാളെ കിട്ടില്ല. ടൗണിൽ ജോലിയുള്ളയാളാ. ജോലി ചെയ്ത് വീട് നോക്കുന്ന നല്ലൊരു മര്യാദക്കാരൻ. കൂടുതലൊന്നും അങ്ങേരെപ്പറ്റി എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു തരാനുള്ളത് പറഞ്ഞു തന്നു. പരിശ്രമിച്ച് നേടിയാൽ നിനക്ക് കൊള്ളാം. ഒരു പ്രണയത്തിലൊക്കെ അകപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ സുഖം മനസ്സിലാവുകയുള്ളൂ. അല്ലാത്തതൊക്കെ കരയിൽ നിന്ന് നീന്തൽ പഠിക്കുമ്പോൾ ഉള്ള ഗുണം പോലിരിക്കും. എന്നാൽ ഞാനങ്ങ് പോവുകയാ. നിന്റെ പഠിപ്പിസ്റ്റ് സുഹൃത്ത് വരുന്നുണ്ട്. ആൻസി അപ്പോഴേക്കും ഇറങ്ങി വന്നു. റിൻസിക്ക് മുഴുവൻ ഉത്തരങ്ങളും എഴുതാൻ കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് അവൾ നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോഴാണ് മെറിനുമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അവൾ പറയുന്ന ഉപദേശങ്ങളൊന്നും കേൾക്കരുത് കേട്ടോ. എങ്ങനെ ഓരോരുത്തരെ കുഴിയിൽ ചാടിക്കാം എന്ന് വിചാരിച്ച് നടക്കുകയാണ് അവൾ. അവളുടെ ഉപദേശങ്ങൾ കേട്ടാൽ നമ്മളുടെ കാര്യം പോക്കാ. അന്നൊരിക്കൽ എന്നെ ഉപദേശിക്കാൻ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇത് നിന്റെ ചിന്താഗതിക്ക് നല്ലതായിരിക്കും, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നല്ലതല്ല. അതുകൊണ്ട് ഞാൻ അതിനില്ല. അതിൽ പിന്നെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവൾ പറഞ്ഞ വഴിയേ പോകാത്തതുകൊണ്ടായിരിക്കും. എന്നോട് അത്രയൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ടായിരിക്കും ഞാൻ വരുന്നത് കണ്ടപ്പോഴേ അവൾ പോയത്. എന്നോടങ്ങനെ ഉപദേശമൊന്നും പറഞ്ഞില്ല. എന്നാലും പുഴയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ആളിനെപ്പറ്റി ചോദിച്ചു. നല്ല സുന്ദരനാണോ എന്നൊക്കെ ചോദിച്ചു. ഒരു പ്രണയത്തിലൊക്കെ വീണാലേ അതിൻ്റെ സുഖം മനസ്സിലാവുകയുള്ളൂ എന്നും പറഞ്ഞു. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത അതാണ്. അത്രമാത്രം കൊണ്ട് സാധാരണഗതിയിൽ നിർത്താൻ സാധ്യതയില്ലാത്തതാണ്. അവൻ വന്നതുകൊണ്ട് പോയതായിരിക്കും. കൂടുതലായ ഉപദേശങ്ങളും കാണാനാണ് സാധ്യത. ഏതായാലും അവളിനി ഉപദേശങ്ങൾ തന്നാലും അത് ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റേ ചെവിയിൽ കൂടി പുറത്തേക്ക് കളഞ്ഞേക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അതുപോട്ടെ, ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? മുഴുവൻ മാർക്ക് അടിച്ചെടുക്കില്ലേ?
നീ മുഴുവനും ശരിയായി തന്നെ എഴുതി കാണുമല്ലോ. എനിക്ക് പകുതിയിലധികം എഴുതാൻ പറ്റിയില്ല. ഞാൻ എഴുതിയത് വെച്ച് നോക്കിയാൽ 50 മാർക്കിൽ കൂടുതൽ കിട്ടാൻ ഒരു സാധ്യതയുമില്ല. അടുത്തത് ആകുമ്പോഴേക്കും കുറച്ചുകൂടി നന്നായി പ്രിപ്പയർ ചെയ്യണം. ഇന്നത്തെ പരീക്ഷ അത്ര ടഫൊന്നുമല്ല. എനിക്ക് ഒരെണ്ണത്തിൻ്റെ ഉത്തരം മാത്രം ഒരു സംശയമുണ്ട്. ബാക്കിയെല്ലാം ശരിയാണ്. അതും ശരിയായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുറത്തിറങ്ങിക്കഴിഞ്ഞ് ബുക്ക് നോക്കാൻ പറ്റിയില്ല. ബുക്ക് നോക്കിയാലേ പറയാൻ പറ്റൂ ആ ഒരു എണ്ണത്തിൻ്റെ ഉത്തരത്തിൻ്റെ കാര്യം. ബാക്കിയുള്ളതിൻ്റെ കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അവർ സംസാരിച്ചുകൊണ്ട് മെല്ലെ മുന്നോട്ട് നടന്നു. അവരുടെ മനസ്സുകളിൽ തോന്നിയ ആഗ്രഹം പ്രണയമായി മുളച്ച് വളർന്നു വരുമോ? നോക്കാം അല്ലേ? നമുക്ക് കാത്തിരിക്കാം. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ. അവരും കഥയുടെ ഓരോരോ ഭാഗങ്ങൾ കേൾക്കട്ടെന്ന് അല്ലേ. കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കേ.